നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇറാന്റെ യുദ്ധക്കപ്പലായ ഐറിസ് ദേന ആക്രമണത്തിൽപ്പെടുന്നു. അതായത് അമേരിക്കയുടെ അന്തർവാഹിനി ആക്രമണത്തിൽ തകർന്നു പോകുന്നു. അത് മുങ്ങിത്തുടങ്ങുന്ന സമയത്താണ് ശ്രീലങ്കൻ നാവികസേനയും അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയും രക്ഷാദൗത്യത്തിന് എത്തിയിരുന്നു. ശ്രീലങ്കൻ നാവികസേനയുടെ രക്ഷാദൗത്യ മേഖലയായതിനാൽ അവർ അതിന് നേതൃത്വം നൽകുകയും പരിക്കേറ്റവരെ ശ്രീലങ്കയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. നിരവധി പേർ മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിന് ഈ ഒരു അപകടത്തെ തുടർന്ന് ഇന്ത്യൻ സർക്കാരിനെതിരെ ചില വിമർശനങ്ങൾ ഇന്ത്യയിൽ ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില അപകടകരമായ പ്രചരണങ്ങൾ കൂടി ഈ സമയത്ത് നടന്നു വരുന്നുണ്ട്. അതായത് ഐറിസ് ദേന എന്ന പടക്കപ്പൽ, ഇറാൻ്റെ പടക്കപ്പൽ ഇന്ത്യയുടെ അതിഥിയായി ഇന്ത്യയിൽ എത്തിയതാണ്. ശരിയാണ്, ഇന്ത്യയിൽ വിശാഖപട്ടണത്ത് നടന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ എത്തിയ കപ്പൽ തന്നെയാണ് ഐറിസ് ദേന. ഐറിസ് ദേന മാത്രമല്ല, ഇറാൻ്റെ മറ്റൊരു പടക്കപ്പൽ കൂടി ഈ സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആയുധങ്ങളൊന്നുമില്ലാതെ ഈ കപ്പൽ തിരികെ മടങ്ങിപ്പോകുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണം ഇന്ത്യ തടയണമായിരുന്നു. ഇന്ത്യക്ക് ആകെ നാണക്കേടാണ് ഇന്ത്യക്ക് തൊട്ടടുത്ത് വെച്ച്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിഥിയായി വന്ന ഈ ഐറിസ് ദേനയെ ആക്രമിച്ചത്. അതുകൊണ്ട് നാണക്കേട് നമ്മുടെ രാജ്യത്തിനാണ്. ഇതിനെ ശക്തമായി നരേന്ദ്രമോദി അപലപിക്കണം. ഇതിനെ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഈ ആക്രമണത്തിൽ നിന്നും ഈ കപ്പലിനെ രക്ഷിക്കണമായിരുന്നു എന്നൊക്കെയാണ് പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അതെല്ലാം വസ്തുതാവിരുദ്ധമാണ്. അക്കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്നതാണ്. രാജ്യത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വസ്തുതകൾ പരിശോധിക്കാം. ആദ്യം ഈ കപ്പൽ അപകടത്തിൽപ്പെടുമ്പോൾ ഇതിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു എന്നാണ് പരിശോധിക്കേണ്ടത്. അതായത് ശ്രീലങ്കയുടെ ഗാലെ തീരത്ത് നിന്നും ഏതാണ്ട് 40 നോട്ടിക്കൽ മൈൽ തെക്ക് മാറിയായിട്ടാണ് ഈ കപ്പലിൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നത്. അതായത് വിശാഖപട്ടണം തീരത്തു നിന്നും, ഇന്ത്യയുടെ വിശാഖപട്ടണം തീരത്തു നിന്നും ഏതാണ്ട് 1247 കിലോമീറ്റർ അകലെയാണ് ഈ പടക്കപ്പലുള്ളത്. ശരിയാണ്, ഇന്ത്യയുടെ അതിഥിയായി ഇന്ത്യയിൽ നടന്ന ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാനാണ് ഈ പടക്കപ്പൽ വന്നത്. പക്ഷേ ഇത് ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് അകത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ ഭൂമിയിൽ മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും സമുദ്ര ഭാഗത്ത് വെച്ച് ഇത് അപകടത്തിൽപ്പെട്ടാൽ ആ കപ്പലിന് സംരക്ഷണം കൊടുക്കാനുള്ള ചുമതല ഇന്ത്യക്കായിരുന്നു, ഇന്ത്യൻ നാവികസേനയ്ക്കായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈലാണ് ഒരു രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തി എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ മാത്രമാണ് ആ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ്, അന്താരാഷ്ട്ര സമുദ്ര മേഖലയാണ്. അന്താരാഷ്ട്ര സമുദ്ര മേഖല അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഇന്ത്യയിൽ നിന്നും 1447 കിലോമീറ്റർ, അതായത് 46-48 നോട്ടിക്കൽ മൈൽ ദൂരം അകലെ നിൽക്കുന്ന ഒരു കപ്പൽ തീർച്ചയായും അതൊരു അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലുള്ള കപ്പലാണ്. അവിടെ ഒരു രാജ്യങ്ങൾക്കും പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഇറാനിയൻ കപ്പലിന് ഇന്ത്യ സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ അമേരിക്കയുടെ അന്തർവാഹിനിക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. മൂന്നാമത്തെ കാര്യം, ഈ അന്താരാഷ്ട്ര സമുദ്ര മേഖലയിൽ പാലിക്കപ്പെടുന്ന നിയമം എന്നത് ഫ്ലാഗ് സ്റ്റേറ്റ് റൂളാണ്. അതായത് ഒരു കപ്പൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജലവാഹിനി, ആ ജലവാഹിനിക്കൊരു പതാകയുണ്ടാകും. അത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണോ വഹിക്കുന്നത്, അതിപ്പോൾ നാവികസേനയുടേതായാലും കൊമേഴ്സ്യൽ കപ്പലുകളായാലും സ്വകാര്യ കപ്പലുകളായാലും ആ കപ്പലുകൾക്കൊരു പതാകയുണ്ടാകും. ആ പതാക ഏത് രാജ്യത്തിൻ്റെ പതാകയാണോ ആ രാജ്യത്തിൻ്റെ ടെറിട്ടറി ആയിട്ടാണ് ആ കപ്പലിനെ പരിഗണിക്കുക. ആ കപ്പൽ നിൽക്കുന്ന അത്രയും ദൂരം ആ രാജ്യത്തിൻ്റെ ടെറിട്ടറി ആയിട്ടാണ് പരിഗണിക്കുക. അതാണ് ഫ്ലാഗ് സ്റ്റേറ്റ് റൂൾ. ഈ ഫ്ലാഗ് സ്റ്റേറ്റ് റൂൾ അനുസരിച്ച് അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലുള്ള ഉണ്ടായിരുന്ന ഐറിസ് ദേന ഇറാനിയൻ ടെറിട്ടറിയും തൊട്ടടുത്ത് അതിനെ ആക്രമിക്കാനെത്തിയ അമേരിക്കൻ അന്തർവാഹിനി അമേരിക്കൻ ടെറിട്ടറിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ്റെ കപ്പലിനെ സംരക്ഷിക്കാനായി ഈ പറയുന്ന അന്തർവാഹിനി ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യ അന്തർവാഹിനിയെ മിസൈൽ അയച്ച് തകർക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തകർത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അന്താരാഷ്ട്ര നിയമലംഘനം. അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലുള്ള ഒരു അന്തർവാഹിനി, ആ അന്തർവാഹിനി അമേരിക്കയുടെ ടെറിട്ടറിയാണ്. അവിടേക്ക് ഇന്ത്യ മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയിലേക്ക് മിസൈൽ അയക്കുന്നതിന് തുല്യമാണ്. അതിന് അമേരിക്ക വെറുതെ ഇരിക്കുമോ ആ മിസൈൽ ഏറ്റുവാങ്ങിക്കൊണ്ട് എന്നുള്ളതാണ്. അത്തരമൊരു വലിയ പ്രശ്നത്തിലേക്ക് ഇന്ത്യ എന്തിന് എടുത്ത് ചാടണം? അത് മണ്ടത്തരമല്ലേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള വാദങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ, അതായത് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ തന്നെ ഇന്ത്യ പല രക്ഷാദൗത്യങ്ങളും ആക്രമണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുമ്പോൾ ആ ആക്രമണത്തിൽ നിന്നും ഈ പറയുന്ന കടൽ കൊള്ളക്കാരൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ ആ ആക്രമണത്തിൽ നിന്നും ഇന്ത്യ ഇവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. അങ്ങനെ ഒരു സംരക്ഷണം എന്തുകൊണ്ടാണ് ഈ ഇറാൻ കപ്പലിന് നൽകാത്തത് എന്ന ചോദ്യമാണ്. ഒരിക്കലും അത്തരത്തിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ സംരക്ഷണം നൽകാൻ പോകുന്നില്ല. അങ്ങനെ ഒരു സംരക്ഷണം നൽകാൻ ഈ അന്താരാഷ്ട്ര നിയമമില്ല. അതായത് ഇന്ത്യൻ പടക്കപ്പലിന് അവിടെയുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ ആക്രമിക്കാനും അവരുടെ ആക്രമണം ചെറുക്കാനുമൊക്കെ അധികാരമുണ്ട്. അതായത് കടൽ കൊള്ളക്കാർ വരുന്ന കപ്പലുകൾ, ബോട്ടുകൾ, ആയുധ കള്ളക്കടത്തുകാർ വരുന്ന കപ്പലുകൾ, ബോട്ടുകൾ, ലഹരി കള്ളക്കടത്തുമായി വരുന്ന കപ്പലുകൾ, ബോട്ടുകൾ, ഇതിനെയൊക്കെ ലക്ഷ്യം വയ്ക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് സാധിക്കും. പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കടലിൽ അടികൂടുമ്പോൾ അതിൽ ഇടപെട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ സംരക്ഷിക്കാനായി മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ ഇന്ത്യക്ക് ഒരു കാരണവശാലും അധികാരമില്ല. ഇങ്ങനെ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം വളരെ കൃത്യമായി പാലിച്ച് തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഈ ശ്രീലങ്കൻ നാവികസേന രക്ഷാപ്രവർത്തനം നടത്തി ഇന്ത്യ ഭയന്നെത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവാസ്തവമാണ്. സത്യത്തിൽ ശ്രീലങ്കൻ നാവികസേന അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് അവരുടെ രക്ഷാദൗത്യ മേഖലയിലാണ് ഈ അപകടം നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ഇന്ത്യക്കും ഇത്തരത്തിലുള്ള രക്ഷാദൗത്യ മേഖലകളുണ്ട്. അവിടെയല്ല ഈ അപകടം നടന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് പോയ കപ്പലായതുകൊണ്ട് തന്നെ ശ്രീലങ്കയ്ക്കൊപ്പം ഇന്ത്യക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിക്കുകയും ഇന്ത്യയുടെ കപ്പലുകളും ഇന്ത്യയുടെ വിമാനങ്ങളുമെല്ലാം അപകടം നടന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. സംയുക്തമായിട്ടാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. എങ്കിലും ശ്രീലങ്കൻ നേവിക്കായിരുന്നു നേതൃത്വം. കാരണം അത് അവരുടെ മേഖലയാണ്, രക്ഷാദൗത്യ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് പരിക്കേറ്റവരെ ശ്രീലങ്കൻ നേവി അവിടെ നിന്നും ശ്രീലങ്കയുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും മൃതദേഹങ്ങളും മറ്റുമൊക്കെ അങ്ങോട്ടേക്ക് മാറ്റിയതും. എന്തായാലും കൃത്യമായ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു നിയമവും ലംഘിക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും ആത്മാഭിമാനവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഈ വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാജ പ്രചരണങ്ങൾ അത് രാജ്യത്തിൻ്റെ അന്തസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമുള്ളത് ആണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.